ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ സിയാൻ്റെ ബർത്ത്ഡേ ആണ്. സിയാൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ സിയാൻ ആരെന്ന്. അറിഞ്ഞുകൂടാത്തവർക്ക് സിയാൻ എൻ്റെ ചേച്ചിയുടെ സ്വന്തം ചേച്ചിയുടെ മോനാണ്, ഫസ്റ്റ് പുത്രനാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. ഈ വീഡിയോ വരുമ്പം ഒന്നേ അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരിക്കും. അപ്പോൾ നമുക്ക് അവനെ നാളെ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് നമുക്ക് ഇന്ന് അവനെ കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഒന്ന് കറക്കി ഒന്ന് ഹാപ്പി ആക്കി വിടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. ഫുള്ളായിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവന്മാർക്ക് ഫുഡൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ഫുഡ് വെച്ച് കൊടുത്തപ്പോൾ മറ്റവനാണെങ്കിൽ ആദ്യമേ കഴിച്ച് ഒരിടത്ത് സൈഡിൽ ഇങ്ങനെ മാറി കിടക്കുകയാണ്. രണ്ടാമത്തവളാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു 3.5 കിലോമീറ്റർ കഴിഞ്ഞാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. അവിടെ ഒരു മലയോര പ്രദേശമാണ്. നമ്മുടെ ഇപ്പോഴും താമസിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ മലയോര പ്രദേശമാണ്. രാത്രി ഇവിടെ പന്നികളൊക്കെ ഇറങ്ങാറുണ്ട്, കാട്ടുപന്നിയൊക്കെ. പിന്നെ ഇടയ്ക്ക് മയിലും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വരും. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ കൂടെ അറിയാത്തവരൊക്കെ വന്ന ഒരു സ്ട്രെയിഞ്ച് ഏരിയ ആയിട്ടേ തോന്നും. കാരണം അങ്ങനെയാണ്, അപ്പുറത്തും ഇപ്പുറത്തും കുറേ സ്ഥലമൊന്നും വീടൊന്നും ഇല്ലാതെ ഫുൾ ഇങ്ങനെ റബ്ബർ തോട്ടവും അങ്ങനത്തെ കുറച്ച് കാട് പോലെയൊക്കെ തോന്നും ആദ്യം വരുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡെന്ന് പറയുന്നത്. കുറേ ദൂരം പോയി കഴിഞ്ഞ് ഒരു കുന്നിൻ്റെ പുറത്തൊരു പള്ളി ഉണ്ടെന്ന് ഇവിടെ കൂടെ ആദ്യം പറഞ്ഞവർ പറയും. ആ ഒരു പള്ളിയാണ് നമ്മുടെ CSA ചർച്ച് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ആ പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് ആ പള്ളി എന്ന് പറയുന്നത്. നേരത്തെ കുറച്ചും കൂടി ചെറിയ പള്ളിയായിരുന്നു. ഇപ്പോൾ അത് പുതുക്കി കുറച്ച് വലിയ പള്ളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ താഴോട്ടും മുകളിലോട്ടും ഇപ്പോൾ അങ്ങനെ ആരും താമസമൊന്നുമില്ല. അതുകൊണ്ട് ചെറിയൊരു കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഞാൻ വീട്ടിൻ്റെ അകത്ത് കയറിയപ്പോൾ ചേച്ചി ഇതാ കാഞ്ചനയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. എല്ലാവരും അടുക്കളയിലായിരുന്നു. എല്ലാവരും അവരോരോ പണിയിൽ അങ്ങനെ മുഴുകി നിന്ന്, അമ്മയും അമ്മാമ്മയും അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയും അങ്ങനെ എല്ലാവരും. രണ്ടാമത്തെ ചേച്ചി ചക്കവറ്റിലിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഇഷ്ടംപോലെ ചക്കയൊക്കെ കിട്ടും. അപ്പോൾ അവൾക്ക് ചക്കവറ്റിൽ കഴിക്കാൻ ഒരു പൂതിയുള്ളതുകൊണ്ട് അവൾ തന്നെ ചക്കവറ്റിൽ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ സിയാനെ നോക്കിയപ്പോൾ സിയാനിപ്പോൾ കളിക്കുന്ന പറയല്ലേ, അവൻ ചക്കക്കുരു വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അവൻ പോകുന്ന കാര്യമൊന്നും അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ അവൻ്റെ അടുത്ത് റെഡിയാവാൻ പറഞ്ഞ ശേഷം ഞാൻ നേരെ അമ്മാമ്മയുടെ അടുത്ത് പോയി കുറച്ച് സ്വറയും പറഞ്ഞിരുന്നു. അപ്പോഴാണ് അവൻ്റെ കരച്ചിലായിട്ടത്. പോയി നോക്കിയപ്പോൾ അവൻ എൻ്റെ കൂടെ വരണ്ട, ചക്കക്കുരു വെച്ച് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാനാണെങ്കിൽ മുട്ടായി വാങ്ങിക്കൊടുക്കാം, അതുപോലെ തന്നെ ലൂയി കുട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഒരുവിധം സോപ്പിട്ടൊക്കെ എടുത്തു. പിന്നെ അവൻ നേരെ റെഡിയാവാൻ പോയി. അപ്പോഴാണ് എൻ്റെ കൊറിയർ അവിടെയാണ് ഇന്ന് വന്നതെന്ന് കണ്ടത്. അങ്ങനെ ഞാൻ കൊറിയറൊക്കെ കഷ്ടപ്പെട്ട് ഓപ്പൺ ചെയ്തു. നോവയുടെ ഒരു ഹെയർ ഡ്രയറാണ് വാങ്ങിയത്. എൻ്റെ കയ്യിൽ നേരത്തെ ഒരു ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നു, പക്ഷേ അത് ചീത്തയായിപ്പോയി. അങ്ങനെ ഇത് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ ചക്കവറ്റിൽ റെഡി ആയപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ കഴിച്ചു. ഇത്രയല്ല, ഇനി കുറച്ചും കൂടെ ഉണ്ട് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ചക്കവറ്റിലൊക്കെ കഴിച്ച ശേഷം അവനെയും കൊണ്ട് നമ്മൾ നേരെ തിരിച്ചു. ആദ്യം തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ കളിച്ച് ചിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരുന്നു. കുറേ നേരം അവ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവ നിന്ന് ലോറിയൊക്കെ വരുമ്പോൾ ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ ഭയങ്കര കളിച്ച് ചിരിച്ച് നിന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പം പതുക്കെ അവൻ്റെ സൗണ്ട് അങ്ങ് നിന്നു. നോക്കിയപ്പോൾ അവൻ ഉറങ്ങി വീഴുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ പതുക്കെ അവനെ ഇരുത്തി ഉറക്കി. ആദ്യം നമ്മൾ ഒരു കടയിലാണ് പോയത്. അവിടെയാണെങ്കിൽ വലിയ കളക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വേറൊരു കടയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് നിന്ന് നോക്കിയപ്പോഴേ ഒരു ഗുമ്മുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ നിർത്തി അകത്ത് കയറിയത്. അവിടെ കുറേ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ സൈസ് മാത്രം അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ഈ ഷർട്ടാണ് നമ്മൾ എടുത്തത്. അങ്ങനെ ഇഷ്ടപ്പെട്ട 2 ഷർട്ടും ഒരു പാൻറ്റും എടുത്തു. ഒരു ഷർട്ട് ഞാൻ വാങ്ങിക്കൊടുക്കുന്നതും പിന്നെ എൻ്റെ ചേച്ചി പൈസ തന്ന് വിട്ടതുമാണ് ബാക്കി എടുത്തത്. അടുത്തിനി നമുക്ക് അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ബേക്കറിയിലോട്ടാണ് പോയത്. നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ പോയി അവനെ കിടത്താമെന്ന് വിചാരിച്ചപ്പോൾ അവൻ എണ്ണീറ്റിട്ട് നേരെ ചൂണ്ടി കാണിച്ചത് ഒരു മുട്ടായിയാണ്. ആ മുട്ടായിയൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പിൽ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കുറേ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഫ്രൈഡ് ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ മുട്ടായിയൊക്കെ കളിച്ച് ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫുഡിന് വേണ്ടിയിട്ട്. വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ആയപ്പോൾ അവൻ്റെ വിധം അങ്ങ് മാറി. അവന് വീട്ടിൽ പോകണം. അപ്പോൾ ഭയങ്കര കരച്ചിലായി. എങ്ങനെയൊക്കെയോ ഒരു വിധം ഒപ്പിച്ച് പിന്നെയും മുട്ടായിയൊക്കെ വാങ്ങിക്കൊടുത്ത് അവനൊന്ന് കൂളാക്കി എല്ലാം പാർട്സൽ എടുത്തുകൊണ്ടാണ് നേരെ വീട്ടിലോട്ട് പോയത്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഒന്ന് കഴിക്കാം ഫുഡൊക്കെ. അവന് ഉറക്കം നേരെ തെളിഞ്ഞില്ല. അതുകൊണ്ടാണ് അവൻ പകുതിയിൽ വെച്ച് മുട്ടായി ചോദിച്ചിട്ട് പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ടെത്തി.
വീട്ടിലെത്തിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവനാണെങ്കിൽ എല്ലാവർക്കും മുട്ടായിയൊക്കെ കൊണ്ടുകൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവന് ഗിഫ്റ്റ് കൊടുത്തു. പക്ഷെ അവൻ അറിയത്തില്ല ഗിഫ്റ്റ് ആണെന്ന്. എന്നാലും അവൻ വാങ്ങി അങ്ങ് വെച്ചു. അതിനകത്ത് എന്താണെന്ന് പോലും അവൻ അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡാണ് കഴിച്ചത്. ഫലൂദയും പിന്നെ ഫ്രൈഡ് ചിക്കനും ബർഗറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബർഗർ അവൻ കേക്കെന്ന് വിചാരിച്ച് കട്ട് ചെയ്താണ് കഴിച്ചത്. അവൻ അറിയത്തില്ലല്ലോ അതുകൊണ്ട്. പിന്നെ ഫലൂദ, സ്ട്രോബെറിയുടെ ഐസ്ക്രീമൊക്കെ വരുന്ന ഫലൂദ, 2 ഫലൂദ വാങ്ങി. അതുപോലെ തന്നെ ഒരു കോംബോ ഓഫ് ഫ്രൈഡ് ചിക്കനും വാങ്ങി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മളിനി അവൻ്റെ ബർത്ത്ഡേ ഡ്രസ്സൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ്. അവ ഇടാൻ കുറച്ച് മടി കാണിച്ചെങ്കിലും ഇതാണ് ലാസ്റ്റ് ലുക്ക്. അപ്പോൾ കുറച്ച് വലുതായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാൻ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി. ഇതൊരു കുഞ്ഞു മിനി വ്ളോഗാണ്. അവൻ്റെ ബർത്ത്ഡേ നാളെയാണ്. സിയാൻ്റെ ബർത്ത്ഡേ നാളെ ആയതുകൊണ്ട് നാളെ എനിക്ക് പോകാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് ഞാൻ അവനെ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോയി അവന് ഡ്രസ്സൊക്കെ വാങ്ങി കൊടുത്തതാണ്. പക്ഷേ അവന് ഡ്രസ്സൊക്കെ ഭയങ്കര വലുതായിരുന്നു. പോയി ഇട്ട് നോക്കിയോ, അവൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അവൻ ഭയങ്കര കരഞ്ഞ് ഇടഞ്ഞ് നിൽക്കുകയായിരുന്നു. ആദ്യം അവൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അവൻ്റെ കറക്റ്റ് സൈസിന് അവന് ഇഷ്ടപ്പെട്ടത് വാങ്ങി കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. അവൻ നേരത്തെ കിടന്ന് ഉറങ്ങി, വണ്ടിയിലിരുന്നപ്പോഴേ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഷാർജ കുടിക്കാൻ വേണ്ടി വന്നപ്പം അവ എണ്ണീറ്റു. അപ്പോൾ അവനും കൂടെ ഷാർജ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ച് ആദ്യം മുട്ടായി കഴിച്ച് മര്യാദയ്ക്കിരുന്ന ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു, അമ്മയെ കാണണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഷാർജ കുടിക്കാതെ അത് പാഴ്സലെടുത്തുകൊണ്ടാണ് നേരെ വീട്ടിൽ പോയത്. അങ്ങനെ ഫുൾ അമ്മ ഇടഞ്ഞ് നിന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.